എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നരിവേട്ട, ഗെറ്റ് സെറ്റ് ബേബി, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ലവ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസായിരിക്കുകയാണ്. മാത്യു തോമസ് ആണ് ലവ്ലി സിനിമയിലെ നായകൻ. ഇതൊരു ചെറിയ മൂവിയാണ്. ഒരു ഈച്ചയുടെ കഥയാണ് ലവ്ലി സിനിമ പറഞ്ഞു പോകുന്നത്. ഇന്ന് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിലാണ് ലവ്ലി OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാമത്തെ സീസൺ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അജു വർഗീസ് അടക്കം ഒരുപാട് താരങ്ങൾ സീരീസിലുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സീരീസാണ് കേരള ക്രൈം ഫയൽസ്. ഇതിന്റെ സീസൺ 2 ആണ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിജയ് സേതുപതിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ നേരത്തെ തമിഴിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇന്ന് ആമസോൺ പ്രൈമിൽ മലയാളം വെർഷൻ വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നല്ലൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇപ്പോഴത്തെ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഇന്ന് C5ലാണ് പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഏവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ നേടിയെടുത്തത്. ഇന്ന് സൺനെസ്റ്റിൽ തമിഴ് ഭാഷയിൽ ജിന്നി സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കലിയുഗം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഏവറേജ് അഭിപ്രായമാണ് കലിയുഗ സിനിമ നേടിയെടുത്തത്. ഈ സിനിമ ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കലിയുഗ സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോയത്. കേരളത്തിലുണ്ടായ കഥയാണ് തങ്കമണിയിലൂടെ വിവരിക്കുന്നത്. പക്ഷെ തങ്കമണി പരാജയപ്പെട്ടു. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തങ്കമണിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ കാണാത്തവർക്ക് OTTയിൽ ഇനി സിനിമ കാണാം. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഈ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ തങ്കമണി OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. സിനിമയിലെ ചില ഫോട്ടോസും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫൂട്ടേജ് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഈ മാസം 28-ന് മുന്നേ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയാണ് സർക്കിട്ട്. ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് സർക്കിട്ട്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. സർക്കിറ്റ് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സർക്കിറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കായിരിക്കും സർക്കിട്ട് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ തോമസ് നായകനായ സിനിമയാണ് നരിവേട്ട. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമ നേടിയെടുത്തത്. സിനിമയ്ക്ക് നല്ല കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ടോവിനോയും സുരാജും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് നരിവേട്ട. ഒരു ആദിവാസിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ നരിവേട്ട സിനിമയുടെ OTT ആമസോൺ പ്രൈമും മനോരമ മാക്സും വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം 30-നായിരിക്കും നരിവേട്ട സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഫാമിലി പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഗെറ്റ് സെറ്റ് ബേബി ഒരു മാസത്തോളം തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് ഈ വീക്കിൽ റിലീസാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര, ബാലു വർഗീസ്, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പുണ്യാളൻ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം എന്ന് സ്വന്തം പുണ്യാളൻ ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. എന്നിട്ടും ഒരുപാട് പേര് ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT നേരത്തെ തന്നെ വിറ്റുപോയതാണ്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പ്രിൻസ് ആൻഡ് ഫാമിലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബസൂക്കയുടെ OTT റിലീസ്.
നിലവിൽ പ്രിൻസ് ആൻഡ് ഫാമിലി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് C5 അടുത്ത OTT റിലീസ് ബസൂക്കയാണ്. കൂടുതലും ജൂൺ മാസം 31-നായിരിക്കും ബസൂക്ക സിനിമ C5 റിലീസാവുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.